കുടുംബവിളക്ക് എന്ന് പറഞ്ഞൊരു സീരിയൽ അഭിനയിച്ചില്ലായിരുന്നോ? ഈ കുടുംബവിളക്ക് സീരിയലിലെ അമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ശരിക്കും ആളുകൾ അതിനെ കമന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ജിഷിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. എന്താണ് അതെന്തുകൊണ്ടാ വെച്ചാൽ ഇവർ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദെൻ പെട്ടെന്ന് അവര് സെപ്പറേറ്റ് ആയി ഒരു 3 year കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞോ ഇല്ലയോ എന്ന് കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആണ്. അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് ഇവര് പിരിഞ്ഞ കാര്യം അറിയത്തുള്ളൂ. അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഇതാരാന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ്. പക്ഷെ അവരറിഞ്ഞിട്ടില്ല ബിക്കോസ് ഇവർ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. അപ്പൊ അവര് ഹൈഡ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവര് സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു. എന്താണ് റിയൽ കഥ? റിയൽ കഥ അവര് സെപ്പറേറ്റ് ആയി 3 year കഴിഞ്ഞിട്ടാണ് ഞാൻ ജിഷാനെ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. ഇതിനു മുമ്പ് ഒരു സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് only one day. പക്ഷെ അന്ന് ഞാനിങ്ങനെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ സെൽഫി ഒക്കെ എടുത്തിരുന്നു. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്ടോ ഈവൻ സോഷ്യൽ മീഡിയയിലോ ഒന്നും എനിക്ക് ഷെൻ എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊള്ളില്ല പൊട്ട മനുഷ്യനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ആളൊക്കെ നല്ല ചിതപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം, ഞാനതും മാംഗല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സെറ്റിൽ ഞാൻ നിൽക്കുമ്പോ ആണ് അവിടെ നിന്ന് കന്യാദാനത്തിൽ ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ദിവ്യദർശൻ എന്നെ വിളിച്ചത്. കാരണം അവരുടെ തന്നെ ഇതിൽ ഞാൻ പ്രണയവർണ്ണങ്ങൾ ചെയ്തിരുന്നു, കെ രാജേഷ് സീരിയൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു ബോയ് കട്ട് ഹെയറും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ പോലീസ് വേഷം അവന് ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞ ജിഷിന്റെ കൂടെ ഓപ്പോസിറ്റ് ചെയ്യാനോ, അപ്പൊ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി വേണം, നീ തന്നെ വരണ അളിയാ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയതാ. അപ്പൊ അങ്ങനെ പോയി അവിടെ നിന്നൊരു 2-3 days ഷൂട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട അവിടെ നിന്ന് ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അതൊരു 6 months കഴിഞ്ഞപ്പോ ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്കൊരു അവസ്ഥ. അത് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ വരുമ്പോ ഞാനത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, ഫ്രണ്ട്ഷിപ്പിനും അപ്പുറം ഒരു റിലേഷൻ എന്ന് പറഞ്ഞിരുന്നു. അതിനെ പക്ഷെ ഒരുപാട് പേര് അതിന് വേറെ ഏതോ രീതിയിൽ, അത് ജിഷൻ ചാൻ സിംഗിളായിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂവിലും അവര് ചോദിക്കുന്ന ഇപ്പോ ന്യൂജൻ ആയിട്ടുള്ള കുറെ എന്താ പറയാ ഷോർട്ട് ഫോംസ് ഉണ്ടല്ലോ, അത് ചോദിച്ചു. അതിലെല്ലാം എല്ലാം അല്ല, ഓൾമോസ്റ്റ് ചേട്ടന് അറിയില്ല അതൊന്നും. ന്യൂജൻസിന്റെ ഷോർട്ട് ഫോംസ് അപ്പം ലവ് ബോംബിങ് ലൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. അപ്പം ഞാനും അറ്റ് ദ സെയിം ടൈം ഞാനും സിംഗിളായിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂവില് എന്നോട് ചോദിച്ചിരുന്നത് എന്താണ് അന്ന് അറ്റ് പ്രസന്റ് ആക്ച്വലി ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്നുവെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്ക് അത് പോയിട്ടില്ല, എന്നാൽ ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്ക് എന്തോ ഉണ്ട് അതിന്. കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഭയങ്കര ഡൗൺ സ്റ്റേജിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, ഞാൻ പറയുന്ന അനുസരിച്ച് ആ ഒരു വ്യക്തി മാറുന്നുണ്ട്. അപ്പോ എനിക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് അല്ലേ. പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെ ആൺകുട്ടികൾ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റുമോ? ജിഷ്ടാൻ സങ്കടം എന്നോട് പറഞ്ഞതല്ല, എന്റെ ഫ്രണ്ടില് ഓരോന്ന് യാദൃശ്ചികമായിട്ട് ഉണ്ടാകുകയായിരുന്നു. ലൈക്ക് പുള്ളിന്റെ ബ്രദർ മരിച്ചത് അതൊരു സങ്കടം ഉണ്ടാക്കിയതല്ലല്ലോ, അത് ആ സ്പോട്ടിൽ ഉണ്ടായതാണ്. അപ്പോ ബ്രദർ വളരെ സീരിയസ് ആയിട്ട് ബാംഗ്ലൂരിൽ കിടന്നിരുന്നു. അപ്പോ പുള്ളി ഇവിടെ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയം, പോകാൻ ആളില്ല, നോക്കാൻ ആളില്ല. അമ്മ ഒത്തിരി ഏജ് ആയ ഒരാളാ, ആളോട് പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. കാരണം ചേട്ടൻ അവിടെ അത്രയും വീക്കാണ്. അത് അമ്മയോട് ഡയറക്റ്റ് ആയിട്ട് ചേട്ടൻ ഇത്ര വീക്കായിട്ട് കിടക്കുക പോയി പറയാൻ പുള്ളിക്ക് പറ്റില്ല. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയത്തില്ല, പുള്ളിക്ക് അറിയില്ല. അതെ, ആ ഒരു സമയത്ത് ഒരു നല്ല ഫ്രണ്ടിന്റെ മെന്റൽ സപ്പോർട്ട് അവിടെ വളരെ, ഒരു പക്ഷെ ഞാനല്ലെങ്കിൽ അത് ആരെങ്കിലും ആയേനെ. അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സ്പേസിൽ. എൻ്റെ അടുത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സമയം. ഞങ്ങളൊരു ഷൂട്ടിന്, ഞാനും ജിഷ്ജാനും പിന്നെ ഈ കന്യാദാനത്തിൽ ജിഷ്ജാന്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി ഐശ്വര്യയുടെ ഹസ്ബൻഡ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പോ ശരിക്കും നമ്മളൊരു മനുഷ്യനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല, കുറച്ച് സമയം മതി.
അപ്പൊ നിങ്ങളെ ഇപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ച് നിങ്ങളെ കുറെ പേര് ജഡ്ജ് ചെയ്യുന്നില്ലേ, ഇതുപോലെ വേറൊരു ടൈപ്പ് ഓഫ് ജഡ്ജ്മെന്റിലായിരുന്നു ജിഷാന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു കയ്യകലത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ എന്റെ മുന്നിൽ ഈ ഒരു വ്യക്തി ഇങ്ങനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ കാണിക്കുന്നതൊന്നും അല്ല ഇയാള്, ഈ കാണുന്നവനോ ഈ കാണിക്കുന്നവനോ അല്ല ജിഷിൻ, അല്ല ഇതൊന്നുമല്ല. അതായത് ഒരു സിമ്പിൾ, കാരണം ഞാൻ ഇതിലും വലിയ വലിയ സിറ്റുവേഷൻസ് എന്റെ ലൈഫിൽ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. ഒറ്റ വാക്കി ജിഷിൻ എന്താന്ന് ചോദിച്ചാ അമ്മ എന്ത് ഉത്തരം തരും? ജിഷിൻ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്, പ്യുവർ സോൾ ആണ്. എവിടെയും പറയും ആരെന്തും ജിഷിനെ പറ്റി പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ ഉത്തരവ് ഇതാ. അതെ, ഡെഫിനറ്റ്ലി. അത് അറിയണം എന്നുണ്ടെങ്കിൽ അയാളേക്ക് ഇറങ്ങി ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്നവർക്കൊന്നും അയാൾ അറിയാൻ പറ്റും.